പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാനിലെ സാമൂഹിക പ്രവർത്തക മോളി ഷാജി നാട്ടിൽ നിര്യാതയായി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ രൂപീകരണ കാലം മുതലുള്ള സജീവ പ്രവർത്തകയായിരുന്നു. സാമൂഹിക പ്രവർത്തകനും മുൻ ലോക കേരള സഭാംഗവുമായ ഷാജി സെബാസ്റ്റ്യന്റെ ഭാര്യയാണ്. ഒമാനിലെ സാമൂഹ്യ സേവന രംഗത്ത് കാലങ്ങളായി നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു മോളി ഷാജി. ഭർത്താവ് ഷാജി സെബാസ്റ്റ്യനൊപ്പം പ്രവാസികളുടെ വിവിധ വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവമായി ഇടപെട്ടു വന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അസുഖബാധിതയായി നാട്ടിൽ ചികിത്സയിലായിരുന്നു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴയെത്തിയത്. രാവിലെ മുതൽ നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെ ശക്തമായി. നിസ്വ, മുദൈബി, ജബൽ അക്തർ, ബഹ്ല, ഇബ്രി, യങ്കൽ, ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളിയാഴ്ച വ്യത്യസ്ത സമയങ്ങളിലായി മഴ പെയ്തത്. കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങൾ വാദികൾ നിറഞ്ഞൊഴുകി. വിവിധ ഭാഗങ്ങളിലടക്കം ഉച്ച മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. രാജ്യത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തുടർച്ചയായ മഴ ലഭിച്ച ഇടങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരും പ്രവാസികളും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഉംറ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അതത് ഗവർണറേറ്റുകൾക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വാക്സിനുകൾ സ്വീകരിക്കാം. യാത്ര ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസമെങ്കിലും മുമ്പ് കുത്തിവയ്പ്പുകൾ എടുത്തിരിക്കേണ്ടതായും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. മെനിങ്കോക്കൽ മെനിഞ്ചൈറ്റിസിനുള്ള ഒരു ഡോസ് വാക്സിൻ 5 വർഷം വരെ പ്രതിരോധശേഷി നൽകും. മുമ്പ് ഇതിനെതിരെ വാക്സിൻ എടുത്തവർക്ക് കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും സ്വീകരിക്കേണ്ട. എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കണം. ഇതിനു പുറമെ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനും എടുക്കണം. ഇത് യാത്രയിലും തീർത്ഥാടനത്തിലും നേരിട്ടേക്കാവുന്ന വിവിധ ഇൻഫ്ലുവൻസുകൾക്കെതിരായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. യാത്രക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് പ്രാദേശിക ട്രാവൽ മെഡിസിൻ ക്ലിനിക്കുകൾ സന്ദർശിക്കുന്നതും നല്ലതാണ്. അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത്. ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിലേറെയും. പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്നത്. ആവശ്യക്കാരും ഏറെയാണ്. വാദി കബീർ വെടിവെപ്പ് സംഭവത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അംബാസഡർമാരെ സന്ദർശിച്ച് ഒമാനി അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ ഹാഷൽ അൽ മുസൽഹി, GCC റീജിയണൽ നൈബർഹുഡ് വിഭാഗം മേധാവി അംബാസഡർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹാഷൽ അൽ മസ്കരി എന്നിവരാണ് ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ്, പാകിസ്ഥാൻ അംബാസഡർ മുഹമ്മദ് ഇമ്രാൻ അലി ചൗധരി എന്നിവരെ സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയത്. അംബാസഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനവും ദുഃഖിതരായ കുടുംബങ്ങളോട് സഹതാപവും അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഒമാനി ഉദ്യോഗസ്ഥർ ആശംസിച്ചു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ഒമാന്റെ പിന്തുണയും ഐക്യദാർഢ്യവും അവർ ഊന്നിപ്പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും ആക്രമണകാരികളെ നേരിടാനും ഒമാനി അധികൃതർ സ്വീകരിച്ച വേഗത്തിലുള്ളതും ഫലപ്രദവുമായ നടപടികളെ ഇരു രാജ്യങ്ങളിലെയും അംബാസഡർമാർ പ്രശംസിച്ചു. ആശുപത്രികളിൽ പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിനും അവർ നന്ദി പറയുകയും ചെയ്തു. റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വത്തിൽ അംബാസഡർമാർ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് സുഖം പ്രാപിക്കട്ടെയെന്നും പറഞ്ഞു. ഒമാനുമായുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പൂർണ്ണ ഐക്യദാർഢ്യം അറിയിച്ച അംബാസഡർമാർ സുൽത്താനേറ്റിന്റെ സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പറഞ്ഞു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാങ്കേതിക പ്രശ്നം നേരിട്ടതിനെ തുടർന്നുണ്ടായ വ്യോമയാന മേഖലയിലെ പ്രയാസങ്ങൾ ഒമാൻ വിമാനത്താവളങ്ങളെയോ ഒമാനി വിമാന കമ്പനികളെയോ സാരമായി ബാധിച്ചില്ല.
ഡൽഹിയിൽ നിന്നുള്ള സർവീസിൽ മാത്രമാണ് നേരിയ പ്രതിസന്ധി നേരിട്ടതെന്നും മറ്റു വിമാനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നതായും ഒമാൻ എയർ അറിയിച്ചു. തങ്ങളുടെ വിമാന സർവീസുകളെ വിൻഡോസ് സാങ്കേതിക പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് സലാം എയറും വ്യക്തമാക്കി. അതേസമയം മസ്കത്തിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ അല്പസമയം വൈകിയതായി യാത്രക്കാർ പറഞ്ഞു. വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ നടപടികൾ മാനുവൽ രീതിയിലേക്ക് മാറ്റി. ബോർഡിംഗ് പാസുകൾ എഴുതി നൽകി. ഇതുമൂലം വിമാനത്താവളത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ വിമാന സർവീസുകൾ, ബാങ്കുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം താറുമാറായി. എന്നാൽ ഒമാനിൽ സേവനങ്ങളെല്ലാം തന്നെ മുടക്കില്ലാതെ തുടർന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ആശ്വാസമായി. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ IT സംവിധാനങ്ങളെ ഈ സൈബർ തകരാർ ബാധിച്ചത് ഒമാനിലേക്കുള്ള വിമാന സർവീസുകൾ വൈകാൻ ഇടയാക്കി. ഡൽഹി, മുംബൈ, ബംഗളൂരു വിമാനത്താവളങ്ങളിൽ വിവിധ വ്യോമയാന കമ്പനികളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. ഇതോടെ വിമാനത്താവളങ്ങളിൽ വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ബീച്ചുകളിൽ മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതിനെതിരെ മസ്കത്ത് നഗരസഭ അധികൃതർ. ബീച്ചുകൾ അടക്കമുള്ള പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 റിയാൽ പിഴ ചുമത്തും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് കഴിഞ്ഞ വർഷം കൂടുതൽ മാലിന്യപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് പലരും തയ്യാറാകുന്നില്ല. വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെ ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നഗരസഭ പങ്കുവച്ചു. അതേസമയം ബീച്ചുകളിൽ കാറുകളും സ്കൂട്ടറുകളും ഉപയോഗിക്കരുതെന്നും ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ബീച്ചുകളിൽ ഇറക്കുന്നതിന് വിലക്കുണ്ട്. നിയമലംഘകർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP പ്രസ്താവനയിൽ അറിയിച്ചു. സമാന സംഭവം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. സലാല തീരത്ത് ഉരുമറിഞ്ഞ് ഒരു ഇന്ത്യക്കാരനെ കാണാതായി. 8 പേരെ രക്ഷപ്പെടുത്തി. ഈ മാസം 12-ന് സൊമാലിയയിലെ ബൊസാസുവിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ 13-നാണ് അപകടത്തിൽപ്പെടുന്നത്. ഗുജറാത്ത് മാൻഡവി കച്ചിലെ സാമിർ സുലൈമാനെയാണ് കാണാതായിരിക്കുന്നത്. ഗുജറാത്ത് സ്വദേശികളായ ഉമർ അബ്ദുൽ മനാഫ്, യൂനുസ് അഹമ്മദ്, ഇല്യാസ് സിദ്ദീഖ്, അനീസ് ഇല്യാസ്, മമദ റാഫിഖ്, യൂനുസ് അലിയാസ്, മുസ്തഖ് ഹാജി തൊയ്യബ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. സൊമാലിയ രജിസ്ട്രേഷനുള്ള ഒരു ഗുജറാത്ത് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ബൊസാസുവിൽ നിന്ന് സലാലയിലേക്ക് വരികയായിരുന്ന ഉരുവാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെടുന്നത്. എഞ്ചിൻ മുറിയിൽ വെള്ളം കയറി മുങ്ങുകയായിരുന്നു. രക്ഷപ്പെടുത്തിയവരെ സലാല പോർട്ടിൽ എത്തിച്ചു. വേറെ ഒരു ബോട്ട് വന്നാണ് ഇവരെ രക്ഷിച്ചത്. രക്ഷപ്പെടുത്തിയവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് സലാലയിലെ കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു. തലസ്ഥാനത്തെ ബ്യൂട്ടി സലൂണുകളിൽ ഉൾപ്പെടെ തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധന. മസ്കത്ത് ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ പരിശോധനയിൽ തൊഴിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ച 153 വനിതാ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ വർഷത്തെ ആദ്യ പകുതിയിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. ഇക്കാലയളവിൽ 930 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വിവിധ മേഖലകളിൽ മന്ത്രാലയം പരിശോധന നടത്തി വരികയാണ്. നിരവധി വിദേശികളാണ് വ്യത്യസ്ത ഗവർണറേറ്റുകളിൽ നിന്ന് ദിവസങ്ങൾക്കിടെ അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. തൊഴിൽ നിയമങ്ങൾ, സ്വദേശീവൽക്കരണം ഉൾപ്പെടെയുള്ള മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ ലംഘിച്ച് പ്രവർത്തിച്ചവരാണ് പിടിയിലാകുന്നത്. യഥാർത്ഥ സ്പോൺസറിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരും സ്വദേശീവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെട്ടവരുമെല്ലാം പിടിയിലായവരിൽ പെടുന്നു. ഗരീബ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അത്തീൻ സ്ക്വയറിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പുതിയതും ആകർഷണീയവുമായ വിനോദങ്ങളാണ് ഈ വർഷം ഇവിടെ അരങ്ങേറുന്നത്. സ്പോർട്സ് ചാലഞ്ച് മൈതാനം, ലൈറ്റ് ലേസർ ഷോ, സഞ്ചാരികൾക്കുള്ള സമഗ്ര സേവനങ്ങൾ തുടങ്ങിയവയാണ് പുതിയത്. എക്സിബിഷൻ നൂതന രീതിയിലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ ആദ്യമായി പഴമയിലേക്ക് മടങ്ങുക എന്ന ശീർഷകത്തിൽ പരിപാടിയും ഒരുക്കിയിട്ടുണ്ട്. സആദ പ്രദേശത്താണ് ഇതുണ്ടാകുക.
ധോഫാർ ഗവർണറേറ്റിലെ പ്രാദേശിക അന്തരീക്ഷം ഇവിടുത്തെ പ്രത്യേകതയാണ്. മറ്റ് ഗവർണറേറ്റുകളിലെ പ്രാദേശിക ജീവിതവും അനുഭവിക്കാനാകും. പരമ്പരാഗത കലാരൂപങ്ങൾ, പൈതൃക ചന്തകൾ, വ്യത്യസ്ത കരകൗശല വസ്തുക്കൾ, ഒമാനി സംസ്കാരവുമായി ബന്ധപ്പെട്ട തത്സമയ കലാപരിപാടികൾ, പ്രകടനങ്ങൾ എന്നിവയും ഉണ്ടാകും. സലാല പബ്ലിക് പാർക്കിലാണ് സ്പോർട്സ് ഇനങ്ങൾ അരങ്ങേറുന്നത്. വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് യോജിച്ച സ്പോർട്സ് വിനോദങ്ങളുണ്ട് ഇവിടെ. ആരോഗ്യം നിലനിർത്താൻ സ്പോർട്സിൻ്റെ പങ്ക് സംബന്ധിച്ച ബോധവൽക്കരണവും പ്രോത്സാഹനവും ലക്ഷ്യമാണ്. അത്തീൻ സ്ക്വയറിൽ അന്താരാഷ്ട്ര പരിപാടികൾ ഉണ്ടാകും. ആഗോള വിനോദ പരിപാടികളുടെ ഹബ്ബാണിത്. ഒമാനി അറബ് കലാസംഗീത പരിപാടികളും ഉണ്ടാകും. അൽ മുറൂജ് തിയേറ്ററിലും മറ്റ് വേദികളിലുമാണ് കലാപരിപാടികൾ. ഔക്കദ് പാർക്ക് ഇത്തവണ കുട്ടികൾക്കായുള്ള പ്രധാന വേദിയായിട്ടുണ്ട്. കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര ഗ്രാമങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, വിനോദ പരിപാടികൾ, ലൈറ്റ് മോഡലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.